ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്ന് പറയുന്നതേ, ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു നിങ്ങളടുത്ത്. ഒരു കമന്റ് എനിക്ക് വന്നായിരുന്നു, അതിനെ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു കമന്റ് എൻ്റെ മെയിലിൽ വന്നായിരുന്നു കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വെയിറ്റ് ലോസ് റിലേറ്റഡ് ഒന്നും അല്ല, അത് ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ആ കുട്ടീനോടും നിങ്ങളോടും ഒക്കെ ഷെയർ ചെയ്യണം എന്നിങ്ങനെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ്, അത്യാവശ്യം ലോങ് ആണ്, ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആ കുട്ടി എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത് എന്ന് ഞാൻ ഓൾ ടോട്ടൽ ഒരു ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് പറഞ്ഞുതരാം. ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ആളുമായിട്ട് ആ കുട്ടി കല്യാണം കഴിച്ചു. ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. വീട്ടുകാരൊന്നും സമ്മതിക്കില്ലായിരുന്നു. വീട്ടുകാരടുത്ത് ഒരുപാട് ചോദിച്ചു. അപ്പോൾ വീട്ടുകാരൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നതാണ്. അങ്ങനെ കല്യാണം കഴിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ കുട്ടീൻ്റെ അടുത്ത് പഠിക്കാൻ പോകണ്ട, ഇനി ഇവിടുന്ന് ജോലിക്ക് പോകാനേ, ഇവിടുന്ന് ഇറങ്ങാനേ പാടില്ല എന്ന് ആ ആള് പറഞ്ഞു, മീൻസ് ഹസ്ബൻഡ് പറഞ്ഞു. ഈ കുട്ടി എന്താ ഫസ്റ്റ് ഒന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിക്കേണ്ട ഭാഗത്തിൽ ഒരുപാട് ഫിസിക്കലി കുറേ മീൻസ് അയാൾ അടിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പഠിക്കാനോ ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട്, മീൻസ് ഫിസിക്കലി നല്ല രീതിയിൽ ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഓക്കെ ആവും. അത് കഴിഞ്ഞതിന് ശേഷം എന്താവും, പിന്നെ നോർമൽ ഒരു സ്റ്റേജിലേക്ക് പോകും. ഇപ്പം ഈ കുട്ടിക്ക് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഹതാപം തോന്നും. എൻ്റെ ഹസ്ബൻഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപം തോന്നും. പിന്നെ ഇതേ സെയിം സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യും. പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസം എന്തോ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആ കുട്ടി പറഞ്ഞത് ഒരു 4 വർഷത്തെ റിലേഷൻഷിപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കല്യാണം കഴിച്ചത്. ഇപ്പൊ കഴിഞ്ഞിട്ട് 4 മാസമേ ആകെ ആയിട്ടും ഉള്ളൂ. പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യണം എന്നറിയില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്നോട് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ബഗ് ചെയ്ത് ചോദിച്ചു. ഇയാൾ അത്രയും മാത്രം ടോക്സിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, പക്ഷെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും എങ്കിലും ഉണ്ട്. എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. കാര്യം നോക്കുമ്പോൾ ആ കുട്ടിയുടെ സൈഡിൽ വീട്ടുകാരില്ല, ബന്ധുക്കളോ ആരുമില്ല. ഈ കുട്ടി ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരാളെ കരുതിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയവരുണ്ടാവാം, രക്ഷപ്പെട്ടു വന്നവരുണ്ടാവാം, ചിലപ്പോൾ കടന്നു പോകുന്നവരുണ്ടാവാം. ആരായാലും ഞാൻ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ആ കുട്ടീനോട് അയാൾ കാണിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ കുട്ടിക്ക് അത് മനസ്സിലാവാത്തതായിരിക്കാം. എല്ലാവരും ആ ഒരു ഇഷ്ടം ഇരിക്കുമ്പം ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള മീൻസ് ആ സമയത്ത് പറ്റില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഡെയിലി കാണുമല്ലേ, ഡെയിലി അവരെ കൂടെ ആവുമ്പോൾ അവരുടെ ക്യാരക്ടർ ഇങ്ങനെ വെളിയിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഈ കുട്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിത്തം അങ്ങ് കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനേക്കാളും മുന്നേ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് എന്ന് വീട്ടുകാരെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. എന്തായാലും നമ്മളെ വീട്ടുകാരാണ്, എപ്പോഴായാലും നമ്മളെ ഒന്ന് അക്സെപ്റ്റ് ആക്കും. ചിലപ്പോൾ ഒരുപാട് ചീത്ത പറയുമായിരിക്കും, ഒരുപാട് വഴക്ക് പറയായിരിക്കും, പക്ഷെ അതെല്ലാം നമ്മൾ കേൾക്കണമല്ലോ. ആ കുട്ടി എന്തായാലും കേൾക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കേട്ടതിന് ശേഷം അവരെന്തായാലും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് വരിക, വീട്ടിലേക്ക് വന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ എന്ത് ചെയ്യുക, വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുക, വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ. അവിടെ ചെന്നതിന് ശേഷം ബാക്കി പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. പഠിത്തം കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ജോബ് നോക്കുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് വരും. എല്ലാ ഗേൾസിനോടും അല്ലെങ്കിൽ എല്ലാ ബോയ്സിനോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ടീനേജ് ഉണ്ട്. ഒരിക്കലും നമ്മളെ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഏജാണ് ടീനേജ്. ആ സമയത്ത് നമുക്ക് ഉപദേശം ഇഷ്ടമല്ല, നമുക്ക് ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ല, നമുക്ക് മൊത്തം ആരും ഇഷ്ടമല്ലാത്തൊരു സമയം.
ആ ഒരു സമയത്ത് എല്ലാ പാരൻസും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മറ്റേ കാമായിട്ട് പതുക്കെ ചോദിക്കുക എന്താണ് പ്രശ്നം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവരെ കൂടെ എന്താ ഒരിക്കലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏജ് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല. ദേഷ്യപ്പെടാതെ ജസ്റ്റ് കാമായിട്ട് നിന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ആൾക്കാരോട് മീൻസ് ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം മെയിൻ ആണ്, പഠിത്തം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷനല്ല ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെപ്പണായിട്ട് നമ്മളെ എഡ്യൂക്കേഷൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയെങ്കിലും ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു 1000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു 1000 രൂപയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എസ്പെഷ്യലി പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷനിൽ കൂടെ കടന്നു വരികയാണ്. ആദ്യം വീട്ടുകാരെ കൂടെ നിന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വീട്ടുകാരുടെ കൈ നീട്ടും, എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ കൈ നീട്ടും, എനിക്ക് എന്തെങ്കിലും തരണം. നമ്മളെന്താ 0 ആയിട്ടിരിക്കും. ഇവര് ഇല്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു, നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മാക്സിമം ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ച് എന്ത് ജോലി ആയാലും, ഇപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായാലും ട്യൂഷൻ ആയാലും എന്ത് ജോലി ആയാലും അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. അത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ വേറെ എന്ത് കാര്യത്തിലും ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ ഒരുപാട് കല്യാണം കഴിഞ്ഞ കുറേ ചേച്ചിമാർ എന്നോട് പറയുമായിരുന്നു, ജോലി വേണം, ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, അതാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും അതായിരിക്കും, ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹം. പക്ഷെ നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് പൊരുത്തപ്പെട്ട് പോയാലേ പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് ജോലി കിട്ടിയിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ആഫ്റ്റർ ഓൾ എല്ലാ പ്രശ്നങ്ങളും കഴിയുമ്പോഴും നമ്മൾ മാത്രമാവും അവസാനം. ഓക്കെ, അതിന് ഏത് റിലേഷൻഷിപ്പിലായാലും, അത് അച്ഛനമ്മ ബന്ധമായാലും ഹസ്ബൻഡ് വൈഫ് ബന്ധമായാലും മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളായാലും ശരി, ആഫ്റ്റർ ഓൾ നമ്മൾ മാത്രമാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. ഇന്നത്തെ കാലം കാശില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അത് 100% ഷുവറാണ്. നമുക്ക് സ്നേഹബന്ധങ്ങൾ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ല. അതിനെല്ലാത്തിനും നമുക്ക് കയ്യിൽ ക്യാഷ് വേണം. ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. നാളെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സേഫ് ആക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. എപ്പോഴും നാളെ അവരെനിക്ക് എന്തെങ്കിലും തരും എന്നും വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർ തന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അതാണ് റിലേഷൻഷിപ്പും. നാളെ നമ്മളെ സേഫ് ആക്കാൻ വേണ്ടി അവർ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ഇവരില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സർവൈവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? മെന്റലി പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ഒരു ഏത് റിലേഷൻഷിപ്പ് ആയാലും ഒരിക്കലും 100% സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു തരില്ല. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് തന്നെയാണ്. പാർട്ട്നേഴ്സ് റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്. 2 ക്യാരക്ടറുള്ള 2 വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് എന്നല്ല, അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ് വരേണ്ടത്. അത് രണ്ടും മാത്രമേ കൂടുതലും സാഹചര്യം അതാ ചാൻസ് ഉള്ളൂ. ഈ പറയുന്ന പോലെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർ മാത്രമുള്ളവരുണ്ട്, അല്ല എന്നല്ല. എങ്കിലും ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ അത് സെയിം ഒപ്പീനിയൻ ആവുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു ഒപ്പീനിയൻ ആയിരിക്കും, എൻ്റെ ഹസ്ബൻഡിന് ഒരു ഒപ്പീനിയൻ ആയിരിക്കും. ഞാൻ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ എന്നുള്ളത് ഞാനത് കൺവേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ആള് മനസ്സിലാക്കി എടുത്തിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അല്ലേ എന്ന് മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് അതുമായിട്ട് അഡ്ജസ്റ്റ് ആകുമ്പോഴാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് വരുന്നത്. അല്ലാതെ എൻ്റെ മനസ്സിൽ ഒന്നുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വച്ചിട്ട് അയാൾക്ക് എന്ത് തോന്നുന്നു എന്ന്, അല്ലെങ്കിൽ അയാളോട് പറഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കുമെന്ന് തോന്നിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറ്റില്ല. പിന്നെ ഈ കുട്ടീൻ്റെ അടുത്ത് മീൻസ് ഈ കുട്ടീനോട് എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം അല്ല ഒരിക്കലും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കല്യാണം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ജോലിയാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്.
നമുക്കിപ്പോ ഈ കുട്ടി ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് മനസ്സിലാവും നമ്മുടെ ലോകം ഇത്രയും നല്ലൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഈ കുട്ടിക്ക് മനസ്സിലാവും. അത് അതിനകത്തുനിന്ന് വെളിയിലിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ഇത് എൻ്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും അവരും വേറൊരു വ്യക്തിത്വമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് ഫാമിലി ഉണ്ട്. ഈ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സെക്കൻഡറി അല്ലെങ്കിൽ 3ഓ 4ഓ കാറ്റഗറിയിൽ പെടുന്ന ഒരാളെ ഈ ഒരു ഫ്രണ്ടിനാവുള്ളൂ. ഈ ഫ്രണ്ട് ഇത് കേൾക്കുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്വൈസ് കൊടുക്കുന്നു, അതവിടെ കളയുന്നു, അയാളെ ജീവിതം നോക്കി പോകുന്നു. അപ്പോഴും എവിടെയാണ് ഈ ഒരു കുട്ടി മാത്രമാണ് ഒറ്റയ്ക്കാവുന്നത്. എപ്പോഴാണ് ടോക്സിക് ആയിട്ടുള്ള ഫീൽ ഉണ്ടാകുന്നത്, ചാൻസ് ഇയാൾ കൊടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് കാര്യം പറയുക, ഇത്രയും ടോക്സിക് ആണ് എന്നുണ്ടെങ്കിൽ ഒരു വീട്ടുകാരും വേണ്ട എന്ന് പറയില്ല. വീട്ടുകാരോട് കാര്യം പറയുക, വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാം. അപ്പോൾ ഞാൻ പെൺകുട്ടികളോട് ഞാൻ പറയുവാണെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു 100 തവണമെങ്കിലും ആലോചിക്കണം. ഓക്കെ, നമുക്ക് ഓരോരോ ഏജ് പറഞ്ഞു, ഓരോരോ ഏജ് ഉണ്ട്, ഓരോരോ ഏജിന് നമുക്ക് ഓരോ രീതിയിലുള്ള തോന്നലും കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും പാരൻസ് ആയാലും കാമായിട്ട് അവരെ കൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, എനിക്ക് പാരൻസിനോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി അയാളുടെ റിലേഷൻഷിപ്പ് എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞിട്ട് തല്ലാനോ വഴക്ക് പറയാനോ ഒന്നും പാടില്ല. ജസ്റ്റ് കാമായിട്ട് അവരോട് സംസാരിച്ച് മീൻസ് അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ജസ്റ്റ് ഒന്ന് കാമാക്കുക. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ സക്സസ് ആവണം എന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഈ പറഞ്ഞ ഓൺ ദ സെക്കൻഡ് ചിലപ്പോൾ ഇത് ബ്രേക്കപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് അവരുടെ മനസ്സിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ശരിയാവില്ല, എൻ്റെ വീട്ടുകാർ ഈ ഒരു രീതിയിലാണ് എൻ്റെ കൂടെ പ്രതികരിക്കുക എന്നുള്ളൊരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കി ഒരു കാര്യം പോലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാവില്ല. അപ്പോൾ എന്തേ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ആ ഒരു ചെറിയൊരു സീരിയസ്നെസ്സോട് കൂടി കേട്ടിട്ട് എങ്ങനെയെങ്കിലും അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, പിടിച്ച് വലിച്ച് ബലമായിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത്. അത് ഒരിക്കലും സക്സസ് ആവില്ല. ഓക്കെ, എന്നുള്ളതാണ് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. പിന്നെ ഗേൾസിനോട് പറയാനുള്ളത്, എപ്പോഴും ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോ ലെവൽ, ഇപ്പൊ ഒരു 1000 രൂപയാണെങ്കിൽ നാളെ 2000 ആക്കാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നും നമുക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ അവിടെ മണി ഈസ് എ മെയിൻ സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ ഒരു വാല്യൂ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു വെറുതെ ഒന്ന് അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ ഒരിക്കലും കിട്ടില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സക്സസ് ആവും. ആ ഒരു സക്സസ് കിട്ടുന്നത് വരേക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം കല്യാണത്തെ പറ്റി ചിന്തിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരോട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ നമുക്കിപ്പോൾ ഈ 4 വർഷം റിലേഷൻഷിപ്പിൽ എപ്പോഴെങ്കിലും ഒരു സൈൻ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സൈൻ ആണ് എന്ന് വിചാരിക്കുക. ഒരാൾ ഈ ഒരു 4 വർഷത്തെ റിലേഷൻഷിപ്പിൽ ആവശ്യമില്ലാതെ ചീത്ത വിളിക്കുക, ആവശ്യമില്ലാതെ ദേഹ ഉപദ്രവം ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ അയാൾ എപ്പോഴും ടോക്സിക് ആയിരിക്കും. ആ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞ് അത് മാറാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ചില സൈൻസ് നമുക്ക് തരും. എപ്പോഴും അവരുടെ ഒരു സൈഡ് ഹിഡൻ ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. എപ്പോഴെങ്കിലും അതിങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യണം. ആ ഒരു സമയത്ത് അയ്യോ എൻ്റെ സ്നേഹം ഇല്ലാതെ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വീട്ടുകാർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാവും. പിന്നെ പോകെ അതെല്ലാം ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് ബോയ്സ് ഗേൾസുമായിട്ട് റിലേഷൻഷിപ്പ് ആകുമ്പോഴും ടോക്സിക് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വേണ്ട എന്ന് വെക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്കും അത് വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. എടുത്തു ചാടി നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് റിക്കവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും. ആ ഒരു റിക്കവറി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇന്ന് റിലേഷൻഷിപ്പ് എല്ലാം കോമൺ ആണ്.
പിന്നെ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാരും എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടങ്ങളും കാര്യങ്ങളും അവരവരെ ചോയ്സും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ബാഡ് ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് അങ്ങ് ചാടിക്കോണം, പിന്നെ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് നിങ്ങൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ കുട്ടീനോട് തിരിച്ച് വീട്ടിൽ പോവുക, അവിടെ നിന്ന് പിന്നും ലൈഫ് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി കഴിഞ്ഞതും ഒക്കെ പതുക്കെ 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 ലൈഫിൽ നിന്ന് എല്ലാം റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. ആ ഒരു മെസ്സേജിന്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മെയിലോ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയക്കുക. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.